നമസ്കാരം. കാളവറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക. നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. മറ്റൊന്നുമല്ല, അത് കൃത്യമായി പറഞ്ഞാൽ പമ്പ ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രസംഗം നടത്തി. കേരളത്തിലെല്ലാവരും ആ പ്രസംഗം ശ്രദ്ധിച്ചു. ആ പ്രസംഗത്തിൽ ഒടുവിൽ പറഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് മറ്റൊന്നുമായിരുന്നില്ല, വി.ഡി. സതീശൻ പൊളിറ്റിക്കൽ ഇൻകറക്റ്റായിട്ട് സംസാരിച്ചു. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിക്കാതെ സംസാരിച്ചു. ആ സംസാരിച്ചതിൽ എന്തൊക്കെയോ ചില സ്ത്രീ വിരുദ്ധതകൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ പമ്പ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് നമുക്ക് മലയാളികൾക്ക് വളരെ ലെഗസിയോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു പോയത്. ആ ഒരു സാന്ദർഭികമായി അദ്ദേഹം വ്യക്തമാക്കിയതാണെങ്കിൽ തന്നെയും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചില കാര്യങ്ങൾ, ഈ പറയുന്ന അമ്മമാർ, നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ ആ ഭക്ഷണം വളരെ രുചികരമായി ഉണ്ടാക്കും, അതിൻ്റെ രുചിക്കൂട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്തില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കും. പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ മക്കൾക്ക് അത് നൽകുന്നില്ല എന്ന് പറയുന്നു. അതല്ലെങ്കിൽ മകൻ്റെ ഭാര്യ വരുമ്പോൾ ആ മകൻ്റെ ഭാര്യയ്ക്ക് നൽകുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഇതിനെ എങ്ങനെയാണ് പൊളിറ്റിക്കലി തെറ്റായി മാറുന്നത് എന്നാണ് ഇത് ആ ബൈറ്റ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത്. അവിടെ അദ്ദേഹം പ്രസംഗിച്ച ഒരു സ്ത്രീ വിരുദ്ധതയാണോ? അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വി.ഡി. സതീശനോട് ഇതേ ചോദ്യം ആവർത്തിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ അതേപോലെ തന്നെ സാധാരണഗതിയിൽ അങ്ങനെ വി.ഡി. സതീശൻ പറയാറില്ല എങ്കിൽ തന്നെയും വി.ഡി. സതീശൻ ആ പറഞ്ഞതിനകത്ത് വലിയ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം മക്കൾക്ക് എന്നായിരുന്നു വി.ഡി. സതീശൻ അത് പറഞ്ഞത്. അപ്പോൾ പൊതുവിൽ ഈ പറയുന്ന പോലെ വിവാദമാക്കിയൊരു ഉദ്ദേശിച്ചത് സ്ത്രീകൾ എപ്പോഴും ഈ പറയുന്ന ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ആഹാരക്രമങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആഹാര രീതികൾ പഠിച്ചതിന് ശേഷം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന പോലെ ഒരു സ്ത്രീയും ഇവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിലാണ് വി.ഡി. സതീശൻ അത് പറഞ്ഞത് എന്നുള്ള കാര്യവും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ വാർത്തകൾ പുറത്തേക്ക് വളച്ചൊടിക്കപ്പെട്ട് വന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വേറൊന്നുമില്ല, മക്കൾക്ക്, ഒരുപക്ഷെ അത് ആൺമക്കളുമാകാം പെൺമക്കളുമാകാം, അങ്ങനെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ മകൻ്റെ ഭാര്യ അത് പകർന്നു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ വന്ന കാലത്ത് പിന്നെ ഭക്ഷണം സംസ്കാരം എന്ന് പറഞ്ഞാൽ മകൻ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ ഏകദേശം 27 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു പോയി, നമ്മുടെ മുഖ്യമന്ത്രിയുടെ. അപ്പം മരണപ്പെട്ടു പോയി എങ്കിൽ തന്നെയും അമ്മ അന്ന് ഉണ്ടാക്കിക്കൊടുത്ത ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയെന്ന് പറയുന്ന സ്ത്രീയോടുള്ള അടങ്ങാത്ത ഒരു സ്നേഹവും വികാര വായ്പും ഒക്കെ വി.ഡി. സതീശൻ്റെ ആ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴും പറയുന്നത് മാധ്യമങ്ങളെയാണ് അദ്ദേഹം കുറ്റം പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല, നിങ്ങളത് കേൾക്കണമായിരുന്നു, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ്. കാരണം അദ്ദേഹം സ്ത്രീ വിരുദ്ധമായൊന്നും പ്രസംഗിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു സ്ത്രീ വിരുദ്ധത വി.ഡി. സതീശനെ പോലെയുള്ള ഒരു നേതാവിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പ്രിയദർശിനി പോലെയുള്ള ഒരു സൗജന്യ യാത്രാ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അത് പക്ഷേ പ്രിയദർശിനി എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതല്ല, അതൊരു തരം പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു നീക്കമാണ്. ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ച ഒരു കാര്യമാണ്. പക്ഷേ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ അപ്പുറത്തേക്ക് വേറൊരു കാര്യമൊന്നുമില്ല അതിനകത്ത്. തന്നെയല്ല, ഈ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള വാർത്തകളോട്, അത്തരത്തിൽ പ്രചരിക്കപ്പെട്ട വാർത്തകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പ്രചരിക്കപ്പെട്ട വാർത്തകളോട് നമുക്ക് തീർത്തും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാര്യം മുഖ്യമന്ത്രി അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്നുള്ള വാസ്തവമാണ്. ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് മാത്രം.